Whenever I tried to contact Manju Warrier, the heroine and the producer of the film, I felt that somebody is blocking me from reaching out to her. When I tried to find out the reason, I found out that her life is in risk and she's been controlled by somebody and she is not in a position to tell the truth. നമസ്കാരം ഗൈസ്, ഇതാണ് സനൽകുമാർ ശശിധരൻ. സംവിധായകനാണ്. ഏതൊക്കെയോ മലയാള പടങ്ങൾ ചെയ്തിട്ടുണ്ട്. സത്യമായിട്ടും ഏതൊക്കെ മലയാള പടമാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനത്തെ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആശാന് മഞ്ജു വാര്യർ എടുത്ത് മൂത്ത പ്രണയം. കല്യാണം കഴിഞ്ഞ 2 പിള്ളേരൊക്കെ ഉണ്ട്. പക്ഷെ പ്രണയം അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണ് ഗൈസ്. 2 കൊല്ലം മുമ്പ് ഇയാള് മഞ്ജു വാര്യരുടെ പുറകെ നടന്ന് ശല്യം ചെയ്തിട്ട് പോലീസ് അന്ന് പൊക്കിക്കൊണ്ട് പോയായിരുന്നു. ഇപ്പൊ അണ്ണൻ പിന്നെയും ഇറങ്ങിയിട്ടുണ്ട് രംഗത്ത്. അന്ന് പോലീസ് കേസൊക്കെ ആയി നാടൊക്കെ വിട്ട് ഇപ്പം US-ലെങ്ങാണ്ടാണ്. അവിടെ മഞ്ഞത്ത് നിന്നുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. മഞ്ജു വാര്യറിന്റെ ജീവൻ ആപത്താണെന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇറങ്ങിയേക്കുന്നത്. 2 കൊല്ലം മുമ്പും മഞ്ജു വാര്യരുടെ ജീവൻ ആപത്താണെന്ന് പറഞ്ഞാണ് ഇറങ്ങിയേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 കൊല്ലം മുമ്പുള്ള ആ ഒരു കഥ തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞു വരാം. അതായിരിക്കും നല്ലത്. നമുക്ക് ആദ്യം 2 കൊല്ലം മുമ്പ് ഈ സനൽകുമാറിനെ അറസ്റ്റ് ചെയ്ത സമയത്തുള്ള ആ ഒരു ന്യൂസ് കേൾക്കാം. സമൂഹ മാധ്യമങ്ങളുടെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന നടി മഞ്ജു വാര്യരുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരൻ അറസ്റ്റിലായി. തിരുവനന്തപുരം പാറശാലയിൽ നിന്നാണ് കൊച്ചി പോലീസ് സനൽകുമാറിനെ അറസ്റ്റ് ചെയ്തത്. മഫ്തിയിലെത്തിയ പോലീസ് സംഘം തന്നെ കസ്റ്റഡിയിലെടുക്കുന്നത് സംവിധായകൻ പ്രതിരോധിച്ചത് നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി. ജെവിൻ ടുട്ടു വിവരങ്ങൾ നൽകും. ജെവിൻ, ഈ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തെ കൊച്ചിയിൽ എത്തിച്ചു. അഭിലാഷ്, നിലവിൽ സനൽകുമാർ ശശിധരനുമായി എളമക്കര പോലീസ് സംഘം കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കൊച്ചി എളമക്കര സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. രാത്രി 9 മണിയെങ്കിലും കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സനൽകുമാർ ശശിധരനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അയാളുടെ മൊബൈൽ ഫോൺ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണാണ് ഈ കേസിൽ ഇപ്പോൾ നിർണായകമായ ഒരു തെളിവായിട്ട് പോലീസ് സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. മഞ്ജു വാര്യരെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും മഞ്ജു വാര്യരെ ഫോളോ ചെയ്തു എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതനുസരിച്ചുള്ള ഒരു വകുപ്പാണ് സനൽകുമാർ ശശിധരനെതിരെ ഇട്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും മഞ്ജു വാര്യർ പോകുന്ന പരിപാടികളിലും മഞ്ജു വാര്യർ പോകുന്ന പല സിനിമാ സെറ്റിൽ ഉൾപ്പെടെ ഇയാൾ എത്തുകയും മഞ്ജുവിനെ കാണുകയും കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം മഞ്ജുവിനെ പിന്തുടരുകയും ഒപ്പം ഫോൺ വഴിയും മറ്റും ഭീഷണിയും ഒപ്പം തന്നെ പല മെസ്സേജുകളും ചാറ്റുകളും ഒക്കെ മഞ്ജുവിന് തുടർച്ചയായി അയക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെയാണ് മഞ്ജു എളമക്കര പോലീസിന് പരാതി നൽകിയത്. ഇതിനൊപ്പം തന്നെ സനൽകുമാർ ശശിധരൻ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ മഞ്ജുവിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതായും പരാതിയിലുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പാറശാലയിൽ നിന്ന് സനലിനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത് 2 കൊല്ലം മുമ്പത്തെ ന്യൂസാണ്. അന്ന് അറസ്റ്റ് ചെയ്തത് ഭയങ്കര ഒരു നാടകീയമായിട്ടുള്ള രംഗമായിരുന്നു. കാര്യം ഇയാൾ ലൈവ് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് പോലീസ് മഫ്തി വന്ന് അറസ്റ്റ് ചെയ്തത്. വേണമെങ്കിൽ അതിന്റെ ഒരു വീഡിയോ കൂടെ കാണിക്കാം. ഞങ്ങൾ തന്നെ പോലീസിനെ വിളിച്ചോളാം, ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്നോവക്കാരന്റെ നിങ്ങളുടെ പേരെന്താ? പേരെന്താന്ന് പറയൂ. പേരെങ്ങനെ പറയുന്നത്? എന്തിനാ പേര് പറയുന്നത്? പോലീസ് വരാനല്ലേ നീ വെയിറ്റ് ചെയ്യണം. പോലീസ് വരട്ടെ. ഇതിന് സ്റ്റേറ്റിന് പങ്കുണ്ട്. അതായത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് പങ്കുണ്ട്. അതുകൊണ്ടാണ് എന്നെ യാതൊരു മുന്നറിയിപ്പില്ലാതെ എനിക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്നു. എന്നെ യാതൊരു മുന്നറിയിപ്പില്ലാതെ ഒരു കാർ, ഇന്നോവ കാർ KL07 എന്ന് തുടങ്ങുന്ന ഒരു ഇന്നോവ കാർ പിന്തുടർന്ന് വന്ന് ഈ പറയുന്ന ആളുകൾ ഇവരെല്ലാം ചേർന്നിട്ടാണ് എന്നെ പിടിച്ചുറക്കി കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. എന്നെ കൊല്ലാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് കണ്ടോ? എന്നെ കൊല്ലാനോ? എനിക്ക് പിന്നെ കൊല്ലാൻ വരുന്നവരെന്നെ വീഡിയോ എടുത്തോണ്ട് അവന്റെ കൊല്ലാൻ വരുന്നത്. ഇനി പോണേ ഇരിക്കും ഇങ്ങോട്ട്. ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ ഒരു പ്രശ്നമില്ല. ഞാൻ എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. ഏത് കോടതിയുടെ മുമ്പ് വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. ഞാൻ ഒളിവിലല്ല നടക്കുന്നുണ്ട്. ഞാനൊരു 2 വർഷമായിട്ട് ഈ വധഭീഷണിയിലാണ്. ഞാൻ ഒളിച്ചു താമസിക്കുകയാണ് ശരിക്കും എന്റെ അനിയത്തിയുടെ വീട്ടില്, പിന്നെ തമിഴ്നാട്ടില്. കേരളത്തില് എനിക്ക് ജീവിക്കാൻ പേടിയുള്ളതുകൊണ്ട് ഞാൻ ഒളിച്ചു താമസിക്കുകയാണ്. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. അത് പ്രൊട്ടക്ഷൻ അവർ തരും. അതിന് വേണ്ടിയിട്ടാണ് നിന്നെ പിടിക്കാൻ വന്നത്. ഇനിയോ ഫുൾ പോലീസ് പ്രൊട്ടക്ഷൻ ആണല്ലോ. എന്റെ വണ്ടിക്കകത്ത് ഇടിക്കാനാണ് കൊണ്ടുപോകുന്നത്. അല്ല, എനിക്ക് എന്റെ ഞാൻ കൊണ്ടുപോവാം. മര്യാദയ്ക്ക് സഹകരിക്കാൻ പറഞ്ഞു. സ്റ്റേഷനുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ
ഇതായിരുന്നു 2 കൊല്ലം മുമ്പ് സനൽകുമാറിനെ അറസ്റ്റ് ചെയ്ത ആ രംഗങ്ങൾ. അന്ന് ഭയങ്കര ചർച്ചയായ വിഷയമാണ്. അതിനുശേഷം പുള്ളി മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു പ്രതികരണം നമുക്കൊന്ന് കാണാം. ഇല്ല നിരന്തരമായി ശല്യം ചെയ്യുന്നു വെച്ചാൽ അങ്ങനെ ഒരു ശല്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്നെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ ഞാൻ ഈ 7 ദിവസം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടല്ലോ. ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഞാൻ അവർക്കൊരു മെസ്സേജ് അയച്ചു. നിങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ട് എന്ന് എനിക്കൊരു പേടിയുണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാം, അത് പബ്ലിക് അറിയണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മറുപടി അയച്ചില്ല. മെയിലും അയച്ചു, ഞാൻ മറുപടി അയച്ചില്ല. ജീവന് ഭീഷണി ഉണ്ട് എന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത്. അതിനുള്ള തെളിവും കാര്യങ്ങളൊന്നുമില്ല. തോന്നിയപ്പോഴേ വിളിച്ച്, മഞ്ജു നിന്റെ ജീവന് ഭീഷണി അടി, നീ രക്ഷപ്പെട്ടോ, കയറി നോക്കണേ ഗൈസ് ഒന്നും പറയുന്നില്ല. ഞാനത് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് അതിനെ എടുത്തു, പത്രങ്ങൾ അതിനെ എടുത്തു. അപ്പോഴും അവർ മിണ്ടുന്നില്ല. അത് 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, 7 ദിവസം, ഇതിപ്പോൾ 8ാമത്തെ 10ാമത്തെ ദിവസമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ രാഷ്ട്രപതിക്ക് ഒരു ലെറ്റർ അയക്കുന്നത്. രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും ഒരു ലെറ്റർ അയക്കുന്നത്. ഇതൊക്കെ ഒരു പൗരന്റെ കടമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ എല്ലാവരും ചോദിക്കും എന്താണ് താങ്കൾക്ക് ഈ മഞ്ജു വാര്യരുടെ കാര്യം വന്ന് മാത്രം ഈ പൗരബോധം ഉണർന്നതെന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്റെ സനലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് 2 കൊല്ലം മുമ്പ് കടന്നത്. ഇനി കം ടു പ്രസന്റ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാം. ഇത് ഇങ്ങേരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ മഞ്ജു വാര്യർക്കെതിരെ നിരന്തരമായിട്ട് ഇയാള് പോസ്റ്റ് ഇട്ടോണ്ടിരിക്കുന്നത്. തുരുതുരാ പോസ്റ്റ് ആണ് ഇതിനകത്ത് ഇട്ടോണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? കയറ്റം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് 2019. അത് ഇതുവരെ റിലീസ് ആയിട്ടില്ല. അതെന്തോ ഐഫോണിനകത്ത് ഷൂട്ട് ചെയ്യാന്നൊക്കെയാണ് ഇയാൾ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. നോ ഐഡിയ എന്താണോ എന്തോ. ഈ ഒരു പോസ്റ്റ് കണ്ടില്ലേ? വെൻ ഐ പബ്ലിഷ് ദ ഫിലിം ഓൺലൈൻ സമ്മൺ ഹാസ് ബ്ലോക്ക്ഡ് ഇറ്റ് വിത്ത് എ ഫേക്ക് കോപ്പിറൈറ്റ് നോട്ടീസ് വിത്ത് ദിസ് കമ്പനി നെയിം. പുള്ളി അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത സമയത്ത് ആ സിനിമ ഏതോ ഒരു കമ്പനിന്ന് അത് ഫേക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് ബ്ലോക്ക് ചെയ്തെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ വേറെ പ്ലാറ്റ്ഫോമിൽ ഇയാൾ സൗജന്യമായിട്ട് ഈ സിനിമ 2019 ഇറങ്ങിയ 19 ഷൂട്ട് ചെയ്ത സിനിമ റിലീസ് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ മഞ്ജു വാര്യർക്കുള്ള പ്രേമലേഖനം, ഇതൊക്കെയാണ് അളിയന്റെ ഹോബികൾ. ഇതണ്ണൻ ഇട്ടൊരു പോസ്റ്റാണ് ഗൈസ്. ഇതൊന്നും ഞാൻ വായിക്കാവേ, ചിരിക്കൽ. പ്രിയമുള്ളവളെ, നിനക്ക് രഹസ്യമായി എഴുതിയ പ്രേമലേഖനങ്ങൾ പരസ്യമാക്കപ്പെട്ട തെരുവിലെ ഈ ഒരു കോണിൽ നിനക്ക് പരസ്യം ഒരു പ്രേമലേഖനം എഴുതുകയാണ് ഞാൻ. 2 കുട്ടികളുള്ള, സ്വന്തമായി ഭാര്യയുള്ള സനൽകുമാർ മഞ്ജു വാര്യറിന് എഴുതുന്ന പ്രേമലേഖനം. ഓക്കെ, മുറിഞ്ഞ ഹൃദയം പോലെ, എരിഞ്ഞു കൊള്ളി പോലെ, നിറഞ്ഞ ചുവപ്പുള്ള ഈ ചുടുകട്ട മതിൽ, കടുത്ത വിരക്തിയുടെ കറുത്ത ചോര കൊണ്ട് 1-2 വരികൾ. ഇവൻ എന്തോ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് എഴുതുന്നതാണെന്ന് തോന്നുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ കാര്യമായിട്ട് എഴുതാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്കിടയിലെ ദൂരം ഇപ്പോൾ ധ്രുവങ്ങൾ തമ്മിലുള്ള ദൂരമാണെങ്കിലും നമ്മിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്ന ഈ കടുത്ത വടത്തിന്റെ മുറുക്കം സഹിക്കവയ്യടാ. നമ്മുടെ സനക്കുട്ടന് ഈ വടത്തിന്റെ സാധനം സഹിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഭയങ്കര ഭാവനയുള്ള മനുഷ്യനാണ്, നല്ല സംവിധായകനായിരുന്നു തോന്നുന്നു. ഇപ്പൊ എന്തൊക്കെയോ സംഭവിച്ച് ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളാണ് ഇടുന്നത്. ഇതും പോരാനിട്ട് അണ്ണൻ കഴിഞ്ഞ ദിവസം 2 ലൈവ് വന്നിട്ടുണ്ട്. ലൈവിന്റെ കുറച്ച് പ്രശസ്തമായ ഭാഗങ്ങൾ ഞാൻ കേൾപ്പിക്കാം. After coming to USA, Manju Warrior contacted me through a Facebook ID. അണ്ണൻ ഇപ്പൊ US-ലാണ് കേട്ടോ. മറ്റേ കേസിന് ശേഷം പിന്നെ നാട് വിട്ട് US വന്നപ്പോ US ഒളിച്ച് താമസം കണ്ടാണ്. സോ ആ കേസിന് ശേഷം മഞ്ജു വാര്യർ ഒരു ഫേക്ക് Facebook ID വഴി അണ്ണനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് നമ്മുടെ സനമോൻ പറയുന്നത്. A fake ID, and we were in touch for the last 2 years. 3 days back, I have posted a audio record of the conversation between me and Manju Warrior, because it says that her life is in danger. Not only her life, lives associated to her also is in danger if she attempt to contact me or do anything regarding the case or the film. So I thought it is my duty to make it public. ഉത്തമ പൗരനാണ് അണ്ണൻ. മഞ്ജു വാര്യറുടെ മോടെയും ജീവന് ഭീഷണിയുണ്ട്. അതുകൊണ്ട് അണ്ണന്റെ ഡ്യൂട്ടി ചെയ്യുന്നു. പുള്ളിക്കെതിരെ ഒരു കേസ് കൊടുത്തായിരുന്നു. അത് ഇതുവരെ മഞ്ജു വാര്യർ പിൻവലിച്ചിട്ടൊന്നുമില്ല. അത് പിൻവലിച്ചാലും മഞ്ജു വാര്യറുടെ ജീവന് വധഭീഷണി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു വീഡിയോക്കകത്ത് ഒരു വോയിസിനെ പറ്റി പറയുന്നുണ്ടല്ലോ. മഞ്ജു വാര്യറുടെയും ഈ പറയുന്ന സനലണ്ണന്റെയും ആണെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് ക്ലിപ്പ്, ഒരെണ്ണം 45 മിനിറ്റിന്റെ, ഒരെണ്ണം 26 മിനിറ്റിന്റെ 2 വോയിസ് ക്ലിപ്പ് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത്. എന്താണെങ്കിൽ 45 മിനിറ്റ് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനകത്ത് പ്രശസ്ത ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്റെ പ്രശ്നമല്ല, നിന്റെ കുറെ സാധനങ്ങൾ ഞാൻ അത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിനക്ക് പ്രേമം, നിന്റെ കുറെ വീഡിയോസ് എന്റെ കയ്യിലുണ്ടത്, നിന്റെ പ്രേമമുള്ള വീഡിയോസ്. അത് എനിക്ക് അറിഞ്ഞൂടായിരുന്നല്ലോ. അത് എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്നതിനേക്കാളും മറ്റുള്ള ആർക്ക് അറിയാവുന്നെന്ന് തോന്നുന്നു. നിന്റെ കൂടെ ഉള്ളവർക്കൊക്കെ അത് അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടായിരുന്നു നിനക്കെന്തോ നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ.
അപ്പൊ തുടങ്ങിയതാണ് ഇത്. Please shut up. Those things didn't happen. It didn't exist. അങ്ങനെ എങ്ങനെയാണ് പറയുന്നത്? അതെങ്ങനെ പറയുന്നു? അല്ല, സെയിം തിങ് ഇയർ ആഫ്റ്റർ ഇയർ. Why do you keep asking the same thing? Just forget it and you just forget it. We do. എടി ഇങ്ങനെ വിടുന്ന എന്റെ നാട്ടു റോട്ടിലിട്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്റെ സിനിമ ജീവിതം മുഴുവനും തകർത്തിട്ട് നീ ഇതെല്ലാം ചെയ്തിട്ട് നീ വിടൂ എന്ന് പറയാൻ നിനക്ക് എന്താ നാണില്ലേ? വിടൂ എന്ന് പറയാൻ. അപ്പം ഫേസ്ബുക്കിലെ ഫേക്ക് ഐഡിയിൽ നിന്ന് 2 കൊല്ലമായിട്ട് മഞ്ജു വാര്യർ അണ്ണനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ ഫോൺ സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. ആ സംഭാഷണത്തിന്റെ ശകലങ്ങളാണ് ഗൈസ് നിങ്ങൾ കേട്ടത്. ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും, ഏത് പൊട്ടനും മനസ്സിലാവും അത് മഞ്ജു വാര്യരുടെ വോയിസ് അല്ല. എന്നിട്ട് ഈ പൊട്ടൻ എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യമായിട്ട്. ബാക്കി കേൾക്കാം ഗൈസ്. നീ ഇത് ഇത്രയും കാലം ഇങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നത്, 2 വർഷം ഇങ്ങനെ അല്ലായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ നിനക്ക് എന്താ ഭയങ്കര മാറ്റം? ഏതോ അവള് ഇങ്ങനെ 2 കൊല്ലമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണേ. Because ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും. മഞ്ജു വാര്യർ തമിഴ്നാട്ടിൽ നിന്നാന്ന് തോന്നുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ജു വാര്യത്തിന്റെ സ്ലാങ്ങിന് ഒരു തമിഴ് ചൊവ്വ. ഇത് മഞ്ജു വാര്യർ ആയിരിക്കത്തില്ല, മഞ്ജുള ഭാര്യർ ആവാനാണ് സാധ്യത. നിന്റെ 2 വർഷം ഇങ്ങനെ അല്ലായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ നിനക്ക് അത് പറ, നിനക്ക് പുതിയ റിലേഷൻഷിപ്പ് ഇഷ്യൂ അത് പറ. നിനക്ക് പുതിയ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂ ആണെങ്കിൽ അത് പറ. എനിക്ക് പുതിയ റിലേഷൻഷിപ്പ് വന്നു, അതുകൊണ്ട് നമുക്ക് പോകണം. ഈ മഞ്ജു നീ എന്തായി പറയുന്നത്? നീ ആ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നേ. ജസ്റ്റ് വിഡ്രോ ചെയ്യാൻ പറയില്ലെങ്കിൽ ഞാൻ നിന്റെ പുറകെ വരാൻ പോകുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞു? 2 ദിവസമായിട്ട് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? എന്ത് നിനക്ക് കേസിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്? ഒരു 2 കൊല്ലമായിട്ടൊരു മനുഷ്യനെ പറ്റിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നെണ്ണ, ഇന്നത്തെ കാലത്ത് അണ്ണൻ ഇത് മാനിപ്പുലേറ്റ് ഉണ്ടാക്കിയതാണെങ്കിൽ ഓക്കെ, അണ്ണൻ ഒരു ഫിലിം മേക്കർ അല്ലയോ. ഇന്നത്തെ കാലത്ത് വെച്ചിട്ട് മഞ്ജു വാര്യരുടെ സൗണ്ടിൽ തന്നെ അണ്ണൻ ഇത് പടച്ചു വിടായിരുന്നു. ഇനിയിപ്പോ മാനിപ്പുലേറ്റ് ഉണ്ടാക്കിയതാണെങ്കിൽ തന്നെ. അല്ലെങ്കിൽ അണ്ണനെ കാര്യമായിട്ട് ഏതോ ഒരു പെങ്കൊച്ച് നല്ല രീതിയിൽ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഷോ, എന്തടി മഞ്ജു നിനക്ക് ഈ തമിഴ് സ്വരം എവിടുന്ന് കയറി വന്നു മഞ്ജു വാര്യറിന്? ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടാണോ നീ കേസ് കൊടുത്തത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ് നീ കേസ് കൊടുത്തത്? അത് ശരിയാവും. എന്റെ കയ്യിലില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല മഞ്ജു അല്ല. എന്റെ ലൈഫ് വേണമെങ്കിൽ തരാൻ പറ്റൂ. ഞാൻ ചെത്ത് പോയാൽ നിനക്ക് പ്രശ്നം തീരല്ലേ? കേസ് ക്ലോസ് ആവല്ലേ? കേസ് ക്ലോസ് ആയി അത് നടക്കല്ലേ? അത്ര എന്തിനു ബുദ്ധിമുട്ടേ? അതിന്റെ ആവശ്യമില്ല. ഞാൻ നിന്റെ പിന്നാലെ വരുന്നില്ല. എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ യാതൊരു താല്പര്യമില്ല. എന്റെ പൊന്നു മഞ്ജു, ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പൊ അണ്ണന്റെ കേസ് ക്ലോസ് ചെയ്യണം, എന്നാലേ അണ്ണൻ നാട്ടോട്ട് വരാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള സംസാര എന്തൊക്കെ കഷ്ടപ്പാടാന്ന് നോക്കണേ. ഭയങ്കര ഗംഭീരം തന്നെ. എന്തടി ഇത്? ഏത് തേങ്ങ ആയിക്കോട്ടെ, ഗംഭീരമായിക്കോട്ടെ, ടാലന്റ് ഏത് മയില് തേങ്ങ ആയിക്കോട്ടെ, പക്ഷെ മഞ്ജു വാര്യർ തെറിയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് എന്റെ അവസ്ഥ. ഓക്കെ, ഇടി പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വിടൂ. പ്രേമത്തിന്റെ കാര്യം വിടൂ. നിനക്ക് പ്രേമമില്ല, ശരി, നമുക്ക് പ്രേമമില്ല. 2 വർഷം പ്രേമം എന്ന് പറഞ്ഞിട്ട് നീ ചുമ്മാ എന്നെ ഇവിടെ പിടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു? അപ്പൊ അതാണ് കാര്യം. 2 കൊല്ലമായിട്ട് ഏതോ അവള് പറ്റിച്ചോണ്ടിരിക്കുക. നമ്മുടെ ബോഡി ഗാർഡ് സിനിമയ്ക്ക് അത് കാണുന്നുണ്ട് കേട്ടോ. എന്നെ പ്രേമെന്ന് പറഞ്ഞ് പറ്റിച്ച് എന്നിട്ട് അവളിപ്പം വേറെ തേച്ചിട്ട് പോകാനുള്ള പരിപാടി. അപ്പോഴത്തെ കണ്ണനി പൊട്ടി എന്റെ മഞ്ജു എന്ന് പറഞ്ഞപ്പോ ഇറങ്ങിയിട്ടുണ്ട്. എന്തോ പാവപ്പെട്ടവനെ ആരോ നല്ല രീതിയിൽ ചതിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര രാത്രികള് എന്താണ് എത്ര രാത്രികളിൽ എന്താണ് മൂവ് ഓൺ ചെയ്യണം. ഞാൻ മൂവ് ഓൺ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നിനക്ക് എന്റെ കൂടെ പ്രേമം ഉണ്ട് എന്നുള്ള ഇതില് നീ 2 വർഷം ഇരുട്ടുകളെ വെളുക്കെ ഇനി മൂത്രം ഒഴിക്കാൻ പോലും സമ്മതിക്കാറുള്ള പ്രേമോ? എന്റെ മോനെ, അവള് കില്ലാടിയാണല്ലോ. എങ്കിൽ ഞാൻ വരുന്നു. വാൾമാർട്ടിൽ സാധനം വാങ്ങിക്കാൻ പോയാൽ ഞാൻ വരുന്നു. രാത്രി നീ എത്ര ദിവസം ഉറങ്ങാതിരുന്നിട്ടുണ്ട്? എന്നിട്ട് നീ ഇപ്പൊ പറയുന്നു അത് മോശമായി പോയി. അത് വിളിച്ച ഏത് പെങ്കൊച്ചാണെങ്കിലും മോശമായി പോയി. അണ്ണനെ തേക്കാൻ പാടില്ലായിരുന്നു. എന്ത് കഷ്ടം. എന്ത് ഈ പെൺകുട്ടികളെന്ത് ഇങ്ങനെ ഒരു മനുഷ്യനെ വിളിച്ച് ഇങ്ങനെ മഞ്ജു വാര്യർ ആണെന്നും പറഞ്ഞ് ആശയം കൊടുത്ത് വളരെ മോശമായി. ഞാൻ ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. അതുകൊണ്ട് നീ പൊക്കോ. ഓക്കെ, ശരി, നിനക്ക് പ്രേമമില്ല, ശരി, ഞാൻ പോകുന്നു എന്റെ പാട്ടിന്. ഞാൻ എന്റെ കൂടെ ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത ആളുകളുടെ പുറകെ ഞാൻ നടക്കൂല. അതെ, അത്രേ ഉള്ളൂ. അതാണ് വേണ്ടത്, പിന്നല്ലാതെ സ്വഭാവമല്ല. നീ നിന്റെ മോളുടെ കാര്യമാണോ പറയുന്നത്? നിനക്ക് മനസ്സിലാവും
മനസ്സിലാവുന്നില്ലേ? നിനക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? നിനക്ക് മനസ്സിലാവോടാ? നിനക്ക് മനസ്സിലാവോ? ഇതേത് മഞ്ജുവാടേ? ഇത്ര ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോടാ ആസാനല്ലേ? നിനക്കില്ലെങ്കിൽ മനസ്സിലാവൂല്ലേ? നീ തീറ്റ തിന്നോ? ബ്രെഡും എന്താ തിന്നണം നീ? മഞ്ജു നീ എന്താ ഇങ്ങനെ നീ എന്താ ഈ ഇത് മഞ്ജു അല്ല, ഇത് മഞ്ജുളാങ്കി ഫ്രം തമിഴ്നാട്. ഇത് വേറെ എണ്ണായി വേറെ. ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് വാക്കിൽ പറഞ്ഞാൽ മാത്രമാണ് നിനക്ക് മനസ്സിലാവുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവൂലേ? മനസ്സിലാവൂലേടാ. നീ മഞ്ജു ആണെന്ന് വിചാരിച്ച പൊട്ടനാണ് അവൻ. അപ്പൊ പിന്നെ അവന് വല്ലതും മനസ്സിലാവൂ. ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത് ഞാനിതൊന്നും പബ്ലിക് ആക്കാനൊന്നും പോകില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നീ പറയുന്നത് കേട്ടിട്ട് എനിക്കത് പബ്ലിക് ആക്കണം. കാരണം അത്രയും ഒരു കൊച്ചിന്റെ ജീവിതം, നിന്റെ ജീവിതം അങ്ങനെയൊക്കെ അങ്ങനെ ട്രാപ്പ് ചെയ്തിട്ട് ആളുകളെ പപ്പറ്റ് പോലെ കൊണ്ടു നടക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പിന്നെ അതറിയണ്ടേ, ലോകം അറിയണ്ടേ? നോ മഞ്ജു, നോ മഞ്ജു, നോ മഞ്ജു, ഞാൻ നിന്നെ വിടൂല. നോ 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 ദിസ് നോ 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 ഇതിപ്പോ ഞാനും കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഞാനിത് പറയും. ഇതാരാണെങ്കിലും അണ്ണനെ പറ്റിച്ച ഏതവളാണെങ്കിലും നിങ്ങൾ പോലീസ് ഒന്ന് കണ്ടുപിടിച്ചെന്ന് കൊണ്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ മഞ്ജു വാര്യർ അതെന്ന് പറഞ്ഞു പിന്നെ അണ്ണ ഇരിക്കും. ഇതില്ല ബോഡി ഗാർഡ് സിനിമ പോലെ ആയിപ്പോ. പാവം, എന്ത് ചെയ്യാൻ പറ്റും? മഞ്ജു കേളു. ഞാൻ ചെത്തോ? അതോ ചെത്ത്? നീ ചെത്തരിയാണോ? എടി മൈര്, നീ എന്തിനാ ചാവുന്നേ? കാര്യം പിടികിട്ടിയല്ലോ. സംഭവം മൊത്തം കോമഡിയാണ്. എന്തോ മഞ്ജുളാങ്കി വിളിച്ച് അണ്ണനെ പറ്റിച്ചാണ് മഞ്ജു ആണെന്നും പറഞ്ഞ് അണ്ണൻ മഞ്ജു വാര്യർ ആണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടിട്ട് നമുക്കറിയാവുന്ന മഞ്ജു വാര്യറുടെ വോയിസ് ഇതല്ല. മഞ്ജു വാര്യർ ഇനി മിമിക്രി കാണിക്കണോ എന്ന് നമുക്ക് തോന്നുന്നില്ല. മിമിക്രി കാണിച്ച് ഇങ്ങനെ ഒരാളെ 2 കൊല്ലമായിട്ട് പറ്റിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. എന്റെയോ മഞ്ജു വാര്യരുടെയോ ജീവന് അപകടമുണ്ടായാൽ കേരളം നടുങ്ങുന്ന വിവരങ്ങൾ തെളിവുകൾ സഹിതം പല സ്ഥലത്തു നിന്നും പുറത്തുവരും. ഇത് വെറുതെ പറയുന്നതല്ല. അത് കേരളത്തിലെ പലർക്കും ഭരണകക്ഷിക്കും താങ്ങാൻ പറ്റാത്തതായിരിക്കും. സോ ജീവിക്കാൻ അനുവദിക്കുക. ലീവ് ആൻഡ് ലെറ്റ് ലീവ്. വലിയ കളികളാണ്. മഞ്ജു വാര്യറിനെ ഏത് വിധേനയും പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ശപഥം എടുത്ത അണ്ണനാണ്. മഞ്ജു വാര്യറിനോ അണ്ണനോ എന്തെങ്കിലും തരത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ കേരളം നടുങ്ങുമെന്നാണ് ഗൈസ് പറഞ്ഞിരിക്കുന്നത്. ഇതരാണോ എന്തോ എന്താണെങ്കിലും കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് പുള്ളിക്കാരന്. സത്യം എന്താണോ നമുക്കറിയത്തില്ല. മഞ്ജു വാര്യർ തമിഴത്തിയുടെ വോയിസ് വിളിച്ചാണോ നമുക്കറിയത്തില്ല. എന്താണെങ്കിലും മഞ്ജു വാര്യർ അണ്ണനെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. സ്ത്രീത്വത്തെ അവമാനിച്ചെന്ന് നടിയുടെ പരാതി സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ കേസ്. അപ്പൊ മഞ്ജു വാര്യർ വീണ്ടും കേസ് കൊടുത്തേക്കാണ് ഗൈസ്. 2 കൊല്ലം മുമ്പ് ഒരു വട്ടം കൊടുത്തതാണ്, പിന്നെയും കേസ് കൊടുത്തതിന് ശേഷം അണ്ണൻ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഞാനിങ്ങനെ ഒരു കാര്യം പറയുന്നു. 2 വർഷമായിട്ട് സനൽകുമാർ ശശിധരൻ, ഈ ഓഡിയോ ഈ പറയുന്ന നടിയുടേതാണ് എന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് സ്ഥിരീകരിക്കാത്ത ഒരു ഓഡിയോ താങ്കൾ പറയുന്നുണ്ട്. ഇത് ആർക്കും സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു ഓഡിയോ ഒരു പ്രമുഖ നടിയുടേതാണെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് പൊതുജനം വിശ്വസിക്കുക? അതിനെന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടോ? ഞാൻ പറഞ്ഞത് 2 വർഷം മുൻപ് മഞ്ജു വാര്യർ എന്നെ ഒരു ഫേക്ക് ഐഡിയിൽ ബന്ധപ്പെട്ടു. കാരണം അവർക്ക് നേരിട്ട് എന്നോട് സംസാരിക്കാനുള്ള അവസരമില്ല. എന്നോട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ നഷ്ടമാകും എന്ന് അവരെന്നോട് പറഞ്ഞു. അങ്ങനെ നിങ്ങളുടെ സംസാരിക്കാൻ എങ്ങനെയാണ് അവരുടെ ജീവൻ നഷ്ടമാകുന്നത്? എനിക്കത് മനസ്സിലാവാത്തത്. 2 വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു. 2 വർഷത്തിനൊടുവിൽ അവരെന്നോട് പറയുന്നു, സനൽ നിങ്ങൾ പൊക്കോളൂ, എനിക്ക് എന്റെ ജീവിതം തീർന്നു, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എന്റെയും എന്റെ മകളുടെയും ജീവന് അപകടമുണ്ട് എന്ന് അവരെന്നോട് പറയുന്നു. ഞാൻ അതറിയുമ്പോ എന്താ ചെയ്യേണ്ടത്? പറയാതിരിക്കണോ? അല്ല ശ്രീ സനൽകുമാർ ശശിധരൻ, ഇതിൽ 2 വിഷയം ഞാൻ ചോദിക്കുന്നത്. ഒന്ന്, താങ്കൾ പുറത്തുവിട്ട ഓഡിയോ അത് ആരുടേതാണ് എന്നുള്ള സ്ഥിരീകരണം ഇല്ലാത്തത്, അത് താങ്കളാണ് പറയുന്നത്. അത് ഇതുവരെ ആർക്കും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഞാൻ പറയുന്നു അത് മഞ്ജു വാര്യരുടേതാണ്. മഞ്ജു വാര്യരുടേതാണെന്ന് ഞാൻ പറയുമ്പോ വെറുതെ ഞാൻ പറയുന്നതാണെങ്കിൽ മഞ്ജു വാര്യർക്ക് പറയാമല്ലോ ഇത് മഞ്ജു വാര്യർ എന്റെ അല്ല, വെറുതെയാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അവർ കേസ് കൊടുത്തിരിക്കുന്നത്. അവർ കേസ് കൊടുത്തിരിക്കുന്നത് ഇതടക്കമുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണല്ലോ. സോ മഞ്ജു വാര്യർ എന്തുകൊണ്ട് മിണ്ടുന്നില്ല, മഞ്ജു വാര്യർ എന്തുകൊണ്ട് പറയുന്നില്ല എന്നാണ്. ഇതിനു മുമ്പുള്ള ദിലീപിന്റെ കേസാണെങ്കിലും ഇദ്ദേഹത്തിന്റെ തന്നെ ഇതിനു മുമ്പുള്ള കേസുകളൊക്കെ ആണെങ്കിൽ തന്നെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. മഞ്ജു വാര്യർ അങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെയുള്ള കാര്യത്തിൽ അങ്ങനെ അധികം പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം ആദ്യത്തെ കേസിലും അവർ പബ്ലിക്കായിട്ട് വന്ന് പ്രതികരിച്ചോ എന്ന് അറിയത്തില്ല. അവർ ഡയറക്റ്റ് കൊണ്ട് കേസ് കൊടുത്തത്. അപ്പം ഇദ്ദേഹത്തിന് ഈ ഒരു കേസിലും മഞ്ജു വാര്യർ വന്ന് പ്രതികരിച്ചിട്ടില്ല. അപ്പൊ ഇദ്ദേഹം പറയുന്നത് മഞ്ജു വാര്യറുടെ വോയിസ് തന്നെയാണ് എന്നാണ്. 2 കൊല്ലമായിട്ട് ഇവർ തമ്മിൽ കോൺടാക്ട് ഉണ്ടെന്നും പറയുന്നുണ്ട്. ഈ 2 കൊല്ലമായിട്ട് കോൺടാക്ട് ഉള്ള വ്യക്തികൾ ഒരു തവണയെങ്കിലും വീഡിയോ
കോൾ ചെയ്യാതിരിക്കും. വീഡിയോ കോൾ ചെയ്തതിന്റെ തെളിവൊന്നുമില്ല. വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തില്ലെന്ന് 45 മിനിറ്റുള്ള വോയിസ് ക്ലിപ്പിനകത്ത് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 45 മിനിറ്റുള്ള വോയിസ് ക്ലിപ്പിനകത്ത് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 2 കൊല്ലത്തെ പ്രണയം, ഇത്രയും നാൾ നീ എന്നെ തേച്ചിട്ട് പോയി, പിന്നെ വധശ്രമത്തിന്റെ കാര്യം, പിന്നെ ഇയാളുടെ കേസിന്റെ കാര്യം, ഈ 2 കൊല്ലത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു പർട്ടിക്കുലർ വോയിസ് ക്ലിപ്പിനകത്ത് ഇവര് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓക്കെ, ഇതെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വിടണം എന്നുള്ള ധാരണയോടുകൂടി എന്തോ ഒരു പ്രീ പ്ലാൻ ചെയ്ത് എടുത്ത പോലാണ് എനിക്കത് കേട്ടപ്പോൾ ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ ഇത്രയൊക്കെ ഒരു സിനിമയൊക്കെ എടുക്കാൻ നല്ല രീതിയിൽ കഥ മെനയാൻ അറിയാവുന്ന ഒരു സംവിധായകന് ഒരു സ്ത്രീ വന്ന് മഞ്ജു വാര്യർ ആണെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണെങ്കിലും അണ്ണാച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടൊന്ന് കേൾക്കാൻ കഴിച്ചു. അത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കറിയില്ല കേസ് എന്താണെന്ന് എനിക്കറിയില്ല. അത് സ്ത്രീത്വത്തെ അപമാനിക്കലല്ല, അത് അവരുടേതല്ലെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് സനൽ ഇത് എന്റേതല്ല, ഇത് പിൻവലിക്കൂ, ഇതിന് ഇങ്ങനെ പറയൂ എന്നാണ് അവർ പറയേണ്ടത്. അതല്ലാതെ 8 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ ശബ്ദരേഖ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ഞാൻ അത് ആദ്യം ചെയ്തത് അതിൽ വാട്സപ്പില് അവരുടെ ബ്രദറിനും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അരമണിക്കൂറിനകത്ത് എന്റെ വാട്സപ്പ് ബ്ലോക്കായി. അപ്പോഴാണ് ഞാൻ പബ്ലിക്കായിട്ട് അത് പബ്ലിഷ് ചെയ്തത്. പബ്ലിഷ് ചെയ്തതിന് ശേഷം ഓക്കെ, അവരുടെ ബ്രദറിന്റെ നമ്പറും ഈ മഞ്ജു വാര്യരുടെ നമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാമായിരുന്നല്ലോ, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത്ര ദിവസമായി യാതൊരു ചർച്ചയും ഉണ്ടായില്ല, ഒന്നും മിണ്ടിയില്ല, ഒരു കേസും ഉണ്ടായില്ല. 8 ദിവസമായപ്പോൾ ആളുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങുന്നു എന്ന് വന്നപ്പോ ഈ ഒരു കേസ് മിണ്ടരുത്, വേറെ ആരും മിണ്ടരുത്, അവർക്ക് പബ്ലിക്കായിട്ട് മഞ്ജു വാര്യർക്ക് വന്നിട്ട് ഇതേപ്പറ്റി സംസാരിച്ചാൽ എന്താ കുഴപ്പം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മഞ്ജു വാര്യർ അങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. എന്താണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കാര്യമായിട്ട് ആരോ ഇയാളെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല ഒന്നാമത്തെ ഒരു കൂട്ടം സ്റ്റോറി ആയിരിക്കും. US ആയതുകൊണ്ട് എന്തായാലും അവിടെ വന്ന് അറസ്റ്റ് ചെയ്യാൻ പോണില്ല. സത്യത്തിൽ മഞ്ജു വാര്യർ ഇദ്ദേഹത്തിനെതിരെ തുറന്ന് സംസാരിക്കണമെന്നാണ് എനിക്ക് തോന്നണത്. അല്ലെങ്കിൽ ഇത് പിന്നെയും 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഇങ്ങനെ വരും. പ്രസ് മീറ്റ് വിളിച്ച് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ സംസാരിച്ച് തീർക്കണം. അല്ലാത്ത പക്ഷം ഇയാള് നിങ്ങളെ ഇനിയും ഇതുപോലെ സെയിം കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചോണ്ടേയിരിക്കും. എന്താണെങ്കിലും ഇതിനകത്ത് സനലിന്റെ ഭാഗത്താണോ ശരി, മഞ്ജു വാര്യരുടെ ഭാഗത്താണോ ശരിയോ നമുക്കറിയില്ല. ഇവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നും നമുക്കറിയില്ല. പക്ഷെ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സനൽ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഭയങ്കര പൊട്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തള്ളാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ.